നമസ്കാരം. ഇറാൻ യുദ്ധത്തിന് ട്രംപ് 10 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചുവെങ്കിലും സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെക്കാൻ ഇസ്രായേൽ ഗൂഢപദ്ധതിയുമായി രംഗത്തിറങ്ങുകയാണ്. മധ്യ ഇറാനിലെ ഖൊണ്ടാബ് യുറേനിയൻ സംസ്കരണ പ്ലാന്റിൽ ഇസ്രായേൽ ബോംബിട്ടു. ആളപായമോ ആണവ വികിരണമോ ഉണ്ടായിട്ടില്ലെങ്കിലും ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അലസിപ്പിക്കാനുള്ള നീക്കം ഇസ്രായേൽ നടത്തുന്നു എന്നാണ് വിലയിരുത്തൽ. ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ അബുദാബിയിലെ കെസാദ് വ്യവസായ മേഖലയ്ക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തി. സൗദിയിലെ US-ന്റെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. 12 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാൻ ആക്രമണത്തിൽ വലിയ കേടുപാട് നേരത്തെയും ഏറ്റ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ US-ന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ യുദ്ധം സമാധാനത്തിലേക്ക് എത്തില്ലേ? യുദ്ധം തുടരുമോ? അടിയും തിരിച്ചടിയും ആവർത്തിക്കുമ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതി നിർദ്ദേശങ്ങൾ പാഴാവുകയാണോ? പലവിധ ചർച്ചകളാണ് വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ യുദ്ധത്തിൻ്റെ സമാധാന സാധ്യത എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. സമാധാന കരാറിലേക്ക് ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി എത്തിച്ചതിൽ ഒരു പ്രധാന കാരണം US-ന്റെ സാമ്പത്തിക സ്ഥിതിക്കേറ്റ തിരിച്ചടിയാണ്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ US നടത്തിവരുന്ന യുദ്ധം അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടമാണ് എന്നും സാമ്പത്തിക സ്ഥിതിയെ ആഴത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നും വിമർശിച്ച് അമേരിക്കൻ സെനറ്റർ ക്രിസ് മർഫി രംഗത്തെത്തിയത് ഒടുവിലത്തെ ഡെവലപ്മെൻ്റാണ്. ഹോർമുസ് കടലിടുക്കിനെ ലക്ഷ്യം വെച്ച് ട്രംപ് നടത്തിയ നീക്കമാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഹോർമുസ് വീണ്ടും തുറക്കുന്നതിന് US-ന് $2 ബില്യൺ ആവശ്യമാണ് എന്നും മർഫി പറഞ്ഞു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കടലിടുക്ക് തുറന്നു കിടന്നതാണ്. എന്നാൽ യുദ്ധതന്ത്രത്തിലെ പിഴവ് മൂലം ഇറാൻ ഹോർമുസ് അമേരിക്കയ്ക്ക് മുന്നിൽ അടച്ചത് വലിയ തിരിച്ചടിയായി. നമ്മൾ തന്നെ സൃഷ്ടിച്ച കുരുക്കാണ്, എന്നിട്ടിപ്പോൾ നമ്മൾ സൃഷ്ടിച്ച പ്രശ്നം പരിഹരിക്കാൻ ഓടി നടക്കുകയാണ്. ഇത് ഭ്രാന്താണ്. അമേരിക്കൻ സാമ്പത്തിക നില ഇറാൻ യുദ്ധം മൂലം പരിങ്ങലിലായി എന്നും ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ക്രിസ് മർഫി ഉന്നയിക്കുന്നത്. $2 ബില്യൺ എന്നത് വലിയ തുകയാണ്. ഓരോ ദിവസവും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണിത്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. നിലവിൽ ഹോർമുസ് പ്രതിസന്ധി വന്നതിനെ തുടർന്ന് ഇറാൻ പുതിയ നികുതി നിയമം കൊണ്ടുവന്നു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന ചില കപ്പലുകളിൽ നിന്ന് $2 മില്യൺ, അതായത് ഏകദേശം 18.8 കോടി രൂപ ഈടാക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നന്നായി മുന്നോട്ട് പോവുകയാണ് എന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് കൂടുതൽ സമയം നൽകുകയാണ് എന്നും ട്രംപ് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആക്രമണങ്ങൾക്ക് 10 ദിവസത്തെ ഇടവേളയും പ്രഖ്യാപിച്ചു. ഇതിനിടയിലാണ് ഇസ്രായേൽ പുതിയ ആക്രമണ പരമ്പര തുടങ്ങിയത്. ഇറാന്റെ ആണവ നിലയത്തിലടക്കം ബോംബാക്രമണം നടത്തിയത്. സമാധാനത്തിനായി ശ്രമിക്കുന്നു എന്നൊരു ഭാഗത്ത് പറഞ്ഞ ട്രംപ് ഇസ്രായേൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്തെ ആകെ എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമുസിനെ കേന്ദ്രീകരിച്ച് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യക്ക് പുറത്തേക്കും വ്യാപിക്കുകയാണ്. അമേരിക്കൻ ജീവിതത്തിലുണ്ടായ പ്രത്യാഘാതം ക്രിസ് മർഫി വിശദീകരിക്കുമ്പോൾ അവിടങ്ങളിലുണ്ടായ തിരിച്ചടി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിലെ പിടിവാശിയിലേക്ക് ഇറാനെ നയിക്കും വിധം ആക്രമണത്തെ മാറ്റിമറിച്ച ട്രംപിന് മേൽ സമ്മർദ്ദവും കനക്കുന്നുണ്ട്. ഇസ്രായേലിനെ മുൻനിർത്തി ലോകത്തെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചു എന്നതിൽ നിന്ന് ട്രംപിന് ഒഴിഞ്ഞു മാറാൻ ആകില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ട്രംപ് യുദ്ധം തീർക്കാൻ നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ 2 ബോംബിട്ട് അത് പൊളിക്കാൻ ശ്രമിക്കുന്നു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞ ട്രംപിനെ ഇസ്രായേൽ വിശ്വാസത്തിലെടുക്കാത്തതും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇസ്രായേലിനെ വരുതിക്ക് നിർത്താൻ ട്രംപ് ശ്രമിക്കുന്നുമില്ല, നടക്കുന്നുമില്ല. ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഇറാൻ ഇപ്പോഴും വിശദീകരിക്കുന്നത്. US-ന്റെ സമാധാന പ്രഖ്യാപനവും ഇസ്രായേലിൻ്റെ ആക്രമണവും തുടരുന്നതിനിടെ ഇരുവർക്കും ഇപ്പോഴും ഉള്ളിലുള്ള ആശങ്ക ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാൻ ഇത്രകാലം എങ്ങനെ പ്രതിരോധിച്ചു നിന്നു, ഈ മേൽക്കൈ മാനസികമായി എങ്കിലും എങ്ങനെ സ്വന്തമാക്കി എന്ന കാര്യം ആണത്. ഇറാൻ ഓരോ ഘട്ടത്തിലും അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന ഭീതി സൈനിക കേന്ദ്രങ്ങളിലുണ്ട്. ഏറ്റവും വിനാശകാരിയായ അത്യാധുനിക മിസൈലുകളുള്ള പ്രതിരോധ സേനയാണ് ഇറാൻ്റേത്. ഖാസിം ബാസിർ, ഇത്തിമാദ്, ഫത്ത-2 തുടങ്ങിയ മിസൈലുകൾ ലോകത്തെങ്ങുമുള്ള പ്രതിരോധ വിദഗ്ധർ പലതവണ വാഴ്ത്തിപ്പാടിയതാണ്. എന്നാൽ ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരത്തിലെ ഈ ആയുധങ്ങളൊന്നും പുറത്തെടുത്തിട്ടില്ല. അത് ഗുരുതരമായി ഭാവിയിൽ ഭീതി ഉണ്ടാക്കും വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് സാധ്യത സൃഷ്ടിക്കും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. US ഇസ്രായേൽ ആക്രമണം കടുക്കുന്ന നിമിഷം ഇറാൻ അത് പ്രയോഗിച്ചേക്കാം. അതുവരെ ഇരുവരെയും ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇറാൻ തുടർന്നു വരുന്നത്. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു. അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്നു. ആയുധ ശേഖരത്തിലെ ക്ഷാമം, യുക്രൈന് മാറ്റിവെച്ച
ആയുധങ്ങൾ വരെ മറിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇസ്രായേലും സമാധാനത്തിന് മുമ്പ് ഉള്ള ചർച്ചകളിൽ തങ്ങളുടെ നില അത്ര ഭദ്രമല്ല എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇറാൻ പതറിയതുമില്ല. അവിടെയാണ് ഈ ആശങ്ക അവർക്ക് ഇസ്രായേലിനും US-നും വരുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഖാസിം ബാസിർ മിസൈലിനെ ഇറാൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ശത്രുക്കൾ എവിടെയാണെങ്കിലും അവിടെ പോയി കൃത്യമായി ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള മിസൈൽ എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതികവിദ്യയുള്ള ഫത്ത-2, 1700 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇത്തിമാദ്, ദിശ മാറി അതിവേഗം സഞ്ചരിക്കാൻ പറ്റുന്ന റാഡ് 500 എന്നിങ്ങനെ നിരവധി വിനാശകാരിയായ ആയുധങ്ങൾ ഇതുവരെ ഇറാൻ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് യുദ്ധവിദഗ്ധർ നിരീക്ഷിക്കുന്നത്. 2 കാരണങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, ആദ്യം തന്നെ അത്തരം ആയുധ പ്രയോഗത്തിലൂടെ തിരിച്ചടിയുടെ ആഘാതം താഴേക്ക് പോകുന്ന യുദ്ധശൈലി ഒഴിവാക്കുക. രണ്ടാമത്തേത്, ശത്രുക്കൾ കരുത്തരാണ് എന്ന അമിത ആത്മവിശ്വാസമുള്ളതിനാൽ അവർ വമ്പൻ ആയുധങ്ങൾ തുടരെ പ്രയോഗിച്ച് ദുർബലമാകുന്ന ഒരു ഘട്ടം വരും. നീണ്ടു നിൽക്കുമെന്ന് നേരത്തെ ഉറപ്പായിരുന്ന യുദ്ധമായതുകൊണ്ട് അതുവരെ കാത്തിരിക്കുക. വലിയ ആയുധങ്ങൾ അവരുടെ ദുർബല സാഹചര്യത്തിലേക്ക് മാറ്റിവെക്കുക. ഇതിനെല്ലാം ഉപരി അത്തരം ആയുധങ്ങൾ പരിമിതമായി മാത്രമേ കയ്യിലുണ്ടാവൂ എന്നുള്ള ഒരു വസ്തുതയുണ്ടല്ലോ. എന്തായാലും രണ്ടും പറഞ്ഞ കാരണങ്ങൾ ഇപ്പോൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അനിവാര്യമായ ഘട്ടത്തിൽ ആയുധം ഉപയോഗിക്കുക, അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട അനിവാര്യത US-നും വന്നു ചേർന്നു. ഇസ്രായേൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന് കടുത്ത ആഘാതം ഏൽപ്പിച്ചാൽ അവർ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ വൻ പ്രതിസന്ധി രൂപപ്പെടും. അതുകൊണ്ട് പ്രകോപനം എത്രത്തോളം വേണം എന്ന ആലോചന US-നും ഇസ്രായേലിനും ഇപ്പോഴുണ്ട് എന്ന് വേണം കരുതാൻ. സമാധാന ചർച്ചകളുടെ തുടക്കവും അവിടെ നിന്നാണെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ട്രംപ് പതിവ് പോലെ യുദ്ധത്തിനിടെ പ്രചരണ മേൽക്കൈ ലഭിക്കുന്നതിനുള്ള ശ്രമം, നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തൊടാൻ പോലും പറ്റാത്ത ഇറാൻ പരമാധികാരി മുജ്തബ ഖമനേയിയെക്കുറിച്ച് മതപരമായി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രചരണം ട്രംപ് അടിച്ചുവിട്ടു. മുജ്തബ ഖമനേയി സ്വവർഗ അനുരാഗിയാണ് എന്നും CIA ഇത്തരമൊരു വലിയ വിവരം തനിക്ക് നൽകിയതായുമാണ് ട്രംപിൻ്റെ അടി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിലെ മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നയാൾ ആണ് മുജ്തബ എന്ന ആഖ്യാനമാണ് ട്രംപ് പറഞ്ഞത്. ഇത്ര കർക്കശമായ മതനിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് മുജ്തബയുടെ ഈ രീതി വലിയ തിരിച്ചടിയാകും. അയത്തുള്ള അലി ഖമനേയിക്ക് മകൻ്റെ ഈ സ്വഭാവത്തിൽ നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുജ്തബയുടെ നേതൃത്വത്തിൽ അയത്തുള്ളയ്ക്ക് ഇഷ്ടക്കേടുണ്ടാക്കാൻ കാരണം. ഇസ്ലാമിക നിയമപ്രകാരം വധശിക്ഷ വരെ ലഭിക്കാൻ പോകുന്ന കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് മുജ്തബ എന്നുമാണ് ട്രംപിൻ്റെ വാദം. ട്രംപിൻ്റെ വാദം ഉയർത്തി അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ വലിയ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. രസകരമായ കാര്യം, അയത്തുള്ള അലി ഖമനേയിയെ കൊന്നിട്ട് പകരം വരുന്നയാളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കാൻ കഴിയാതെ നിരാശനായിരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഈ ആഖ്യാനം എന്നതാണ് രസകരം. എങ്ങനെയെങ്കിലും തീർക്കണം, അത് നാവുകൊണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്നതാണ് നിലവിലെ അവസ്ഥയിൽ ട്രംപിൻ്റെ സ്ഥിതി. സമാധാന ചർച്ചയ്ക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ നീക്കം ചതിയാണോ എന്ന സംശയം സമാന്തരമായി ഇറാന് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും പുതിയ നീക്കങ്ങൾ ഇറാനിൽ അതൃപ്തി ഉണ്ടാക്കി. ഹോർമൂസിലൂടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പാക് പതാക വഹിക്കുന്ന 10 കപ്പലുകൾക്ക് ഇറാൻ സഞ്ചരിക്കാൻ അനുവാദം നൽകിയിരുന്നു. എന്നാൽ പ്രവേശനം അനുവദിച്ച കപ്പലുകൾ US-ന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയോ ഏകോപിപ്പിക്കുകയോ ചെയ്തു എന്ന് ഇറാൻ പിന്നീട് വിലയിരുത്തി. നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്താനുള്ള ഇറാന്റെ താൽപ്പര്യം മൂലം 10 കപ്പലുകൾക്ക് അനുമതി നൽകിയെന്ന ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് ഇറാൻ. പാകിസ്ഥാൻ പരോക്ഷമായി തങ്ങളുടെ ശത്രുപക്ഷത്തെ സഹായിച്ചു എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. പാകിസ്ഥാന്റെ ഈ ഇടപെടൽ ആസൂത്രിതമായ നീക്കമാണോ എന്നാണ് അവരുടെ സംശയം. നേരത്തെയും യുഎസുമായി വിധേയപ്പെട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാൻ സമാധാന ശ്രമത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത് US-നെ സഹായിക്കാനാണോ എന്നുള്ള സംശയം ഇതോടെ ബലപ്പെടുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഇരുപക്ഷത്തിനും തുല്യനീതി ലഭിക്കും എന്ന മട്ടിൽ ആകാനിടയില്ല എന്നും US-ന് വേണ്ടി ആകാം ആ നീക്കം എന്നുമാണ്, അതിലൊരു ചതിയുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. അതാണ് ഇറാന്റെ സമീപനം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം കർക്കശമാക്കി ഇറാൻ രംഗത്തെത്തി. US-നെയും ഇസ്രായേലിനെയും പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് വഴി ഒരു കാരണവശാലും കടത്തിവിടില്ല എന്ന ഉറച്ച നിലപാടുമായി ഇറാൻ സൈന്യമായ IRGC രംഗത്തെത്തി. ഹോർമൂസ് പൂർണ്ണമായും തുറന്നു എന്ന ട്രംപിൻ്റെ വാദം കള്ളമാണ്. ഇസ്രായേൽ US കപ്പലുകൾക്ക് ഇപ്പോഴും വിലക്കുണ്ട്. ഞങ്ങളോട് ശത്രുതയില്ലാത്തതും ഞങ്ങളെ ആക്രമിക്കാത്തതുമായ രാജ്യങ്ങൾക്ക് മാത്രമേ
തുറന്നു നൽകുന്നുള്ളൂ എന്നും IRGC ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതേസമയം സമാധാന ചർച്ചകൾക്ക് പ്രാധാന്യം നൽകേണ്ട സമയമാണ് എന്ന നിലപാടുമായി ചൈനയും രംഗത്തെത്തി. സമാധാന ചർച്ചകൾ സജീവമായി പ്രോത്സാഹിപ്പിക്കുക, സമാധാനത്തിലുള്ള അവസരം പ്രയോജനപ്പെടുത്തുക, യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് അടിയന്തര മുൻഗണന എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയോൻ പറഞ്ഞു. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചുള്ള സൂചനകളുടെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനായുള്ള പ്രതീക്ഷയുടെ തിളക്കം താൻ കാണുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യി ബുധനാഴ്ച പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ലിൻ ജിയാങ്ങിൻ്റെ നിലപാട് പ്രഖ്യാപനം. ഇസ്രായേൽ തുരങ്കം വയ്ക്കാൻ പരമാവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും മറ്റ് ഗതിയില്ലാതെ ട്രംപ് യുദ്ധം നിർത്താനുള്ള നീക്കം ശക്തമാക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നല്ലത് സംഭവിക്കട്ടെ, യുദ്ധം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.